അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ സഹോദരൻ ഫൈസലിൻ്റെ അതിദാരുണമായ കൊലപാതകവും അതോടനുബന്ധിച്ച ചർച്ചകളുമെല്ലാം ഏറെ നടന്നു. അദ്ദേഹത്തിൻ്റെ ഘാതകർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പുനരധിവസിപ്പിക്കുന്നതിനും മക്കളെ പഠന കാര്യങ്ങളിലുമെല്ലാം സഹായിക്കുന്നതിനുള്ള പരിശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചില വസ്തുതകൾ, ഫൈസലിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിച്ച ചില സത്യങ്ങൾ, അത് നാം മനസ്സിലാക്കാതിരുന്നുകൂടാ. 4 വർഷങ്ങൾക്ക് മുമ്പാണ് മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞിയിൽ നിന്ന് അനിൽകുമാർ എന്ന ചെറുപ്പക്കാരൻ റിയാദിലെത്തുന്നത് ഒരു ഹൗസ് ഡ്രൈവറായി. അദ്ദേഹം അബ്ദുറഹ്മാൻ അൽ മുഹാവിസ് എന്ന അറബിയുടെ ഹൗസ് ഡ്രൈവറായി നിൽക്കുന്നു. അദ്ദേഹത്തിന് 7 മക്കളുണ്ട്. ആ 7 മക്കളിൽ ചിലർ വിദേശത്തായതിനാൽ അദ്ദേഹത്തിന് ഒരു ഹൗസ് ഡ്രൈവറുടെ ആവശ്യം വരുന്നു. അദ്ദേഹം ഹൗസ് ഡ്രൈവറായി മലയാളിയായ മുസ്ലിം അല്ലാത്ത ഒരു സഹോദരനെ നിയമിക്കുന്നു. ഈ റിയാദിലെ അനിൽകുമാർ, അദ്ദേഹം സ്വാഭാവികമായും ഒരു ഹൗസ് ഡ്രൈവർ എന്നുള്ള നിലക്ക് അനിൽകുമാറിന് അറബിയുടെ വീടുമായി അടുത്ത ബന്ധമുണ്ടാകുന്നു. അവിടുത്തെ അംഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ഈ അംഗങ്ങളുമായുള്ള ബന്ധത്തിൽ നിന്നാണ് അദ്ദേഹം ഇസ്ലാമിനെ അറിയുന്നതും ഇസ്ലാമിലെത്തിച്ചേരുന്നതും. നീണ്ട 3.5 വർഷങ്ങൾക്ക് ശേഷമാണ്, അഥവാ അദ്ദേഹം റിയാദിലെത്തി 3 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും മുസ്ലിമായി ജീവിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം തനിക്ക് ഇസ്ലാം എത്തിച്ച ആ കുടുംബത്തോടുള്ള ആദരസൂചകമായി തന്നെ അബ്ദുറഹ്മാൻ അൽ മുഹാവിസിൻ്റെ മകൻ്റെ പേര് ഫൈസൽ എന്ന പേര് തന്നെ സ്വയം സ്വീകരിക്കുന്നു. ഇത് നമുക്ക് നൽകുന്ന ഒരുപാട് വിവരങ്ങളുണ്ട്. ഒന്നാമത്തേത്, നമ്മുടെ കീഴിലുള്ള ജോലിക്കാരുമായി ഉള്ള പെരുമാറ്റത്തെക്കുറിച്ചുള്ള അറിവ്. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരിൽ മുസ്ലിങ്ങളുണ്ടാകാം, അമുസ്ലിങ്ങളുണ്ടാകാം. അവരുമായുള്ള നമ്മുടെ പെരുമാറ്റം ഇസ്ലാമിനെക്കുറിച്ച് അവർക്ക് ഇഷ്ടം തോന്നിക്കുന്നതാണോ അതല്ല വെറുപ്പ് തോന്നിക്കുന്നതാണോ? നമ്മുടെ ഇസ്ലാമിക ജീവിതം അവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതാണോ അതല്ല സ്നേഹം ഉണ്ടാക്കുന്നതാണോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. നമ്മൾ ഒരു അറബിയുടെ വീട്ടിൽ ജീവിച്ചപ്പോൾ, അറബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോൾ, അറബിയുടെ കുടുംബത്തിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, ആ സ്വഭാവങ്ങളുടെ മൂലകാരണം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇസ്ലാമുമാണ് എന്നറിഞ്ഞപ്പോൾ അനിൽകുമാറിന് ഇസ്ലാമിനോട് ഇഷ്ടം തോന്നുകയും ഇസ്ലാം പഠിക്കുകയും അങ്ങനെ ഇസ്ലാമിൽ എത്തിച്ചേരുകയും ചെയ്യുകയായിരുന്നു. തീർച്ചയായും കൊടിഞ്ഞിയിൽ മുസ്ലിങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, അവിടെ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഇസ്ലാമിൻ്റെ വെളിച്ചം തൻ്റെ ബോസിൽ നിന്ന്, താൻ എവിടെ ജോലി ചെയ്യുന്നുവോ ആ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. നമുക്ക് ആലോചിക്കേണ്ടത്, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ നന്മയാണോ അതല്ല ഇസ്ലാമാണ് എന്നവർ തെറ്റിദ്ധരിക്കുന്ന നമ്മുടെ സ്വഭാവത്തിൻ്റെ തിന്മയാണോ ലഭിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട് എന്നാണ്. രണ്ടാമതായി, തന്നോടൊപ്പം കാറിൽ സഞ്ചരിക്കുന്ന അനിൽകുമാർ എന്ന, താൻ മകനെപ്പോലെ സ്നേഹിക്കുന്ന തൻ്റെ 7 മക്കളിൽ 8ാമത്തേവനായി അനിൽകുമാറിനെ സ്വീകരിച്ച ഒരു വീട്ടിലെ കുടുംബവും കുടുംബിനിയും. അവർ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ വെക്കുന്നു, ആയത്തുകൾ കാറിൽ കേൾപ്പിക്കുന്നു, ആ ആയത്തുകളുടെ അർത്ഥം അനിൽകുമാറിന് പറഞ്ഞു കൊടുക്കുന്നു, സ്നേഹത്തോടു കൂടി, സാഹോദര്യത്തോടു കൂടി. അതുവഴി അനിൽകുമാറിൻ്റെ ഹൃദയം ഖുർആനിനോട് തുറക്കുന്നു. ആ ഖുർആൻ സ്വീകരിക്കുന്ന, ഖുർആനിൻ്റെ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് ആവാഹിക്കുന്ന വ്യക്തിയായി അനിൽകുമാർ മാറുന്നു. അദ്ദേഹം ഫൈസലായി ഇസ്ലാമിക ജീവിതം ആരംഭിക്കുന്നു 6 മാസങ്ങൾക്ക് മുമ്പ്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചമെത്തിക്കുവാൻ, ഖുർആനിൻ്റെ സത്യസന്ദേശം പകർന്നു കൊടുക്കുവാൻ നമ്മളെല്ലാം എന്തു ചെയ്തു എന്നാണ്. ഞാനും നിങ്ങളും
ചിലപ്പോൾ പ്രസംഗിക്കുന്നവരാകാം, ജോലി ചെയ്യുന്നവരാകാം, കച്ചവടം ചെയ്യുന്നവരാകാം, അതല്ലെങ്കിൽ എഴുതുന്നവരാകാം. പക്ഷേ നമ്മളോടൊപ്പം ജീവിക്കുന്നയാൾക്ക്, നമ്മളോടൊപ്പം മണിക്കൂറുകൾ കൂടെ യാത്ര ചെയ്തയാൾക്ക്, നമ്മളോടൊപ്പം കൊല്ലങ്ങളായി ഡ്രൈവറായി ജോലി ചെയ്തയാൾക്ക്, നമ്മളോടൊപ്പം വർഷങ്ങളായി മറ്റ് ജോലികളിൽ ഏർപ്പെട്ടയാൾക്ക് ഈ പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചമെത്തിക്കാൻ, ഖുർആനിൻ്റെ സത്യസന്ദേശം എത്തിക്കാൻ, ഇസ്ലാമിൻ്റെ വിമോചനത്തിൻ്റെ മാർഗം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഇവിടെയാണ് ദഅവത്ത് എന്ന നമ്മുടെ ബാധ്യതയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫൈസലിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നു, ആ മരണത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏർപ്പെടുന്നു. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് അബ്ദുറഹ്മാൻ അൽ മുഹാബിസ് എന്ന് പറയുന്ന റിയാദിലുള്ള അറബി, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കൾ, അവർ പരിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചമെത്തിക്കുവാൻ പരിശ്രമിക്കുക എന്ന വലിയൊരു ദൗത്യം നിർവഹിച്ചത് കൊണ്ടാണ് ഈ ഒരു മാറ്റമുണ്ടായത് എന്നാണ്. ഈ മാറ്റം ഖുർആനിൻ്റെ വെളിച്ചം സ്വീകരിക്കുന്ന ആളുകളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് ഖുർആനിൻ്റെ സത്യസന്ദേശം, സ്നേഹ സന്ദേശം, കാരുണ്യത്തിൻ്റെ സന്ദേശം, സമാധാനത്തിൻ്റെ സന്ദേശം എത്തിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ വ്യാപൃതരാകേണ്ട അവസരമാണിത്. ഈ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന വലിയ സന്ദേശമാണ് ഫൈസൽ നമുക്ക് വേണ്ടി ബാക്കി വെച്ചു കൊണ്ടുപോയത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന കർമ്മത്തേക്കാൾ, ആ കർമ്മം ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരുണ്ട്? അതെ, ഇവിടെ അബ്ദുറഹ്മാൻ അൽ മുഹാബിസും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന വലിയ ദൗത്യം നിർവഹിച്ചു, തൻ്റെ കീഴിലുള്ള ഒരു സാധാരണ ജോലിക്കാരന്. ആ ദൗത്യം സ്വന്തം ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടായില്ല. സ്വന്തം ജീവിതത്തിലേക്ക് ഇസ്ലാമിനെ ആവാഹിച്ച് ഇസ്ലാമിൻ്റെ പ്രചാരകരും പ്രബോധകരുമായി മാറാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ കാറിനുള്ളിൽ നിന്ന്, കാറുകൾക്കകത്ത് നിന്ന് ഫൈസലുമാർ ഉയർന്നു വരും. നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾക്കുള്ളിൽ നിന്ന് ഫൈസലുമാർ ഉയർന്നു വരും. നമ്മുടെ അയൽപക്കങ്ങളിൽ നിന്ന് ഫൈസലുമാർ ഉയർന്നു വരും. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.